എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ബീൻസ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിതിന് മുൻപ് ബീൻസ് തോരൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ പരിപ്പ് ചേർത്താണ് തോരൻ ഉണ്ടാക്കിയത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്നും നമുക്ക് നോക്കാം. ബീൻസ് 200 ഗ്രാം, സവാള ഒരെണ്ണം വലുത് ചെറുതായി മുറിക്കിയത്, വെളുത്തുള്ളി 6-7 അല്ലികൾ ചെറുതായി മുറിക്കിയത്, എണ്ണ 3 ടേബിൾ സ്പൂൺ, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, പച്ചമുളക് 3, കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഒരു കടായി നമുക്ക് ചൂടാക്കാനായി വയ്ക്കാം. കടായി ചൂടായതും നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതും അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരുവിധം ഒന്ന് വഴന്നു വന്നതും സവാള ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഇപ്പം നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ബീൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. തീ വളരെ കുറച്ച് ഇടാം കേട്ടോ. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. ബീൻസ് ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്, ശരിക്കും വെന്തിട്ടില്ല. ഇപ്പം നമുക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ പച്ച നിറം നഷ്ടപ്പെടുകയില്ല, അതുപോലെ തന്നെ ബീൻസ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യുവേ. നമുക്ക് സോഡാപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര ചേർത്താലും ബീൻസിൻ്റെ നിറം നഷ്ടമാകാതെ ഇരിക്കും. വീണ്ടും നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ബീൻസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ബീൻസിൽ വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ ബീൻസ് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തോരനിൽ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് ബീൻസ് കോരിയിട്ട് ഒന്നുകൂടി ഒന്ന് മൂടിയതിന് ശേഷം 2 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും